ഹൗ ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് അതെങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ. പലപ്പോഴും പല സിറ്റുവേഷൻസ് വരുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് പോവില്ല, ഇത് ശരിയാവില്ല എന്ന് തോന്നുമല്ലേ. ചിലപ്പോൾ പ്രണയിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതം കഴിഞ്ഞവരായിരിക്കാം, അല്ലേ, ആർക്കെങ്കിലും തോന്നും കേട്ടോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു 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 കുഞ്ഞു കപ്പിൾസ്, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കപ്പിൾസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായിട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് ചോദിച്ചു, അമ്മ ഇതെന്താ പറയുന്നത്, ഈ ചേച്ചി എന്താ പറയുന്നത്, അച്ഛനും അമ്മയും ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചിയും ചേട്ടനും സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതാണ്, അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ല, എന്നിട്ട് ചേച്ചി ഏട്ടൻ്റെ കൂടെ ഓടി വന്നിട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം, അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഇങ്ങനെ പ്രേമിക്കുന്നത് മോശമാണോ ചിച്ചിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, പ്രണയിക്കുന്നത് ഒരിക്കലും മോശമല്ല മോളെ. പ്രണയം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ലൈഫിൽ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അത് ഓരോ സിറ്റുവേഷൻസിലും ഓരോ വ്യത്യാസമാണ്. ഇപ്പം ആ കുഞ്ഞുങ്ങൾ ചെയ്തത് ഒരു പക്ഷേ ഇപ്പോൾ 30 years കഴിഞ്ഞിട്ടിരിക്കുന്ന മമ്മയ്ക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാരൻ്റ് ആണ്, എനിക്ക് ചിലപ്പോൾ അത് റോങ് ആയിരിക്കാം മോളെ. പക്ഷെ ആ പ്രായത്തിലിരിക്കുന്ന ആ ചേച്ചിക്കും ചേട്ടനും അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. അത് ഓരോരുത്തരെയും ഇഷ്ടങ്ങളാണ്. ഒരു പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ അച്ഛനും അമ്മയൊക്കെ മുതിർന്ന ആൾക്കാരല്ലേ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജീവിതം അറിഞ്ഞ് മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കാഴ്ചപ്പാടുകളിൽ പലതും ചിലപ്പോൾ ശരിയാവില്ല. ഇപ്പം ഈ പറഞ്ഞ വീഡിയോയിൽ, ആ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞ വീഡിയോയിലും താഴെ കമൻസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞോളൂ എന്നുള്ളത്. ശരിയാണ്. ലൈഫ് ചില സമയത്ത് നമ്മളെ കണ്ണിൽ തന്നെ കാണാം വളരെ നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നത്, അല്ലേ. അപ്പം ഓരോരുത്തരുടെ ഡിസിഷൻ ഞാനിപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾക്ക് കുറച്ച് മെച്യൂർഡായി നമ്മൾ ചിന്തിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈഫിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒത്തിരി മെച്യൂർഡായിട്ട് നിൽക്കുന്ന, ഒത്തിരി എന്താ പറയണ്ടേ, കരിയർ വൈസിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഡിവോഴ്സിൽ എത്തുന്നുണ്ട്, അല്ലേ. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പം നമ്മുടെ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഇപ്പോൾ ഓരോ വ്യക്തികളും യൂണീക്കാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ കുടുംബജീവിതങ്ങളും, ഓരോ പ്രണയവും യൂണീക്കാണ്. അപ്പോൾ ഓരോ ബന്ധങ്ങളും ഓരോ വ്യക്തി യൂണീക്കാണ് സമയത്ത് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ, നമുക്കൊരു ഈഗോ ആണ്. ഇത് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ യൂണീക്കാണ്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറും അതേപോലെ ഒരു ഒറ്റയ്ക്ക് ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ആടാനുള്ള ഒരാളോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മനസ്സിലാക്കാനുള്ള ഒരാളോ അല്ല. ആ വ്യക്തിക്കും ആ വ്യക്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ക്യാരക്ടർ ഉണ്ട്. അതുപോലെ ആ വ്യക്തിക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവും. ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും എന്താ പറയണ്ടത് തന്നെ തന്നെയാണ് എല്ലാവരും. അതേപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഒരു വ്യക്തിക്കും ഒരുപാട് വ്യക്തിത്വമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണം. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ നമുക്ക് നേരെ വരുന്ന ഒരാള്, അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന, നമ്മുടെ കൂടാന്ന് പറഞ്ഞ് വരുന്ന ആള് ഒരു മനുഷ്യനാണ്. ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ വ്യക്തിയുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിയെ അടിച്ചേൽപ്പിക്കാനോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ അവരത് സംസാരിക്കാം. പ്രത്യേകിച്ച് പണ്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പം അച്ഛന്മാരൊക്കെ എല്ലാ വീട്ടിലും ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് ആയിരിക്കും ആൾക്കാരുണ്ടാവുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും അവരുടെ ഭാര്യമാരായിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ എപ്പോഴും അവര് ജോലിയും ഒന്നും ഇല്ലാതെ വീട്ടമ്മമാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഉള്ളിലൊരു ചിന്താഗതിയാണ്, നമ്മള് ഗൃഹനാഥൻ എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്, ആ വ്യക്തിയുടെ കീഴിലാണ് എല്ലാവരും നിൽക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഇടയിലും ഒരു ഈക്വാലിറ്റിയും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും ആ ഒരു സ്നേഹവും, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ട് ഒക്കെ ഉണ്ട്. അത് കാണുന്നെങ്കിൽ ഒരു പക്ഷേ പുറമെ കാണിക്കണമെന്നില്ല, പക്ഷെ അവരുടെ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ പറയുന്നത് നമ്മൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആകുന്ന സമയത്ത് വേറൊരു വ്യക്തിയുടെ നമ്മുടെ ലൈഫിലേക്ക് പോകുമ്പോൾ, അത് ആണായാലും പെണ്ണായി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനല്ല നമ്മളൊരു പാർട്ട്ണറെ കൂടെ കൂട്ടുന്നത്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആളുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് പറയാട്ടോ, അത് എനിക്കിത് പറ്റുന്നില്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് നമുക്ക് പറയാം. അതേപോലെ തിരിച്ചു അവർക്ക് നമ്മളോടും പറയാം, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങോട്ട് ഇതൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ തിരിച്ച് അവർക്കും നിങ്ങളോടും പറയാം ഇതൊന്നും ചെയ്യരുത്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും. ഈ ലോകത്തുണ്ടല്ലോ എല്ലാവർക്കും ഒരേപോലെയാണ് ശരികളും തെറ്റുകളും എങ്കിൽ എന്ത് നല്ല ലോകമായിരിക്കും, അല്ലെ.
ഇപ്പം എന്റെ ശരിയായിരിക്കില്ല എന്റെ ഹസ്ബൻഡിന്റെ ശരി, എന്റെ തെറ്റായിരിക്കില്ല എന്റെ ഹസ്ബൻഡിന്റെ തെറ്റ്. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാവുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആട്ടോ. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഇടയിൽ വേണ്ടുന്ന ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. അത് എന്തായിക്കോട്ടെ, ചില സമയം ആ വ്യക്തിയോട് പറഞ്ഞ ആ വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള, ഞാനൊരു ഒരു ഉദാഹരണം പറയാം. എന്റെ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ഡിവോഴ്സ് കേസ് ആട്ടോ. അപ്പം അതിപ്പോഴും എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഏട്ടനും അറിയില്ല എന്താ ഞാൻ ചെയ്ത തെറ്റെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഇട്ടുകൊടുത്ത മാല ആളുടെ കഴുത്തിലില്ല, അത് എന്താ ചോദിച്ചപ്പോൾ ഒരുപാട് എക്സ്ക്യൂസസ് പറഞ്ഞു എന്നുള്ളത്. അതിലാണ് തുടങ്ങിയത്. പിന്നീട് അതൊരു ഈഗോ ആയിക്കാണ്. അവളും വർക്ക് ചെയ്യുന്നുണ്ട്, ഏട്ടനും വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം അവള് ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവൾ പൈസ കൊടുത്തു, എന്നിട്ടും കുറച്ച് എന്തൊക്കെയോ, പക്ഷെ ആളൊന്നും ക്ലിയർ ആയിട്ട് അവരോട് പറയുന്നില്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ, ഒരു പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിയുന്നവരെയും ഒരിക്കലും ട്രൂത്ത്, നമ്മളെ ഇടയിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള സത്യങ്ങളൊന്നും തുറന്നു പറയില്ല. ഇനി മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും സമയം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും ഓരോരോ വ്യക്തിത്വമാണ്. നമ്മുടെ കുറവുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ ചിലപ്പം നമ്മൾ പ്രൊഫഷണലി ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന കുറച്ച് കുറവുകൾ ഉണ്ടല്ലോ, അത് എത്ര നമ്മൾ അവിലും ചക്കരയും അടയാന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ തോന്നൂല. അല്ലെങ്കിൽ അത് പറയാൻ നമുക്ക് ഒരു ഓക്കോട് ഫീൽ ചെയ്യും, എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ. അപ്പൊ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഇപ്പൊ അന്ന് അവിടെ ഒരു സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു മാലയുടെ പേരിലാട്ടോ. കാരണം മാല കൊണ്ടുപോയി തുളച്ചു അങ്ങനെയൊക്കെ. അതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെയൊക്കെ ലൈഫിൽ ഞാൻ ആളോട് ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ആളെ കൊണ്ടുപോയി തുളച്ചു എന്നല്ലാട്ടോ, ആള് ഒരു ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ആള് പറയുന്നില്ല, റീസൺ പറയുന്നില്ല, എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ, അല്ലെങ്കിൽ എന്തോ ഉണ്ട് ആളുടെ ടെൻഷൻ അറിയുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. പറയാനുള്ള ബുദ്ധിമുട്ട്, ആൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്, പക്ഷെ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി, അവൾക്ക് എന്റെ പൈസയുടെ ബുദ്ധിമുട്ട് ഞാൻ എങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അവരുടെ മനസ്സിൽ. അപ്പം ഞാൻ ഒരുപാട് സംസാരിക്കാൻ പറയും, എന്ത് വേണമെങ്കിലും തുറന്നു പറയാ എന്താ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്നൊരു ടൈറ്റ് ഉണ്ട് എന്നുള്ളത്. ഞാന് കല്യാണം കഴിഞ്ഞ് വന്ന കുറച്ച് സമയമായിട്ടുള്ളൂ, ഞാൻ എന്റെ ഗോൾഡ് കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞു, ഈ ഗോൾഡ് എന്ന് പറയുന്നത് എന്റെ അച്ഛൻ എനിക്ക് എന്റെ ദേഹത്ത് ഇടാൻ വേണ്ടി മാത്രം തന്നതല്ല, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ വന്നാൽ അത് യൂസ് ചെയ്യാനും കൂടിയിട്ടുള്ളതാണ്. ഇത് എന്റെ അടുത്ത് ചോദിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇങ്ങനെ ഇത്രയും ദിവസം ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിക്കാനുള്ള മനസ്സോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ആൾക്കില്ല. പക്ഷെ അത് ചോദിക്കാതെ കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചൊരു കാര്യം. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടാവും വിചാരിക്കുന്നു. കാരണം ഈ നമ്മൾ പറയുന്നില്ലേ, ഇപ്പൊ ഞാൻ ചിന്തിച്ച ഈ ഒരു രീതിയിൽ നാളെ ഒരു പെൺകുട്ടി ചിന്തിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ചിന്തിച്ച രീതിയിൽ ഒരു ആൺകുട്ടി, എന്റെ ഹസ്ബൻഡ് ചോദിച്ചില്ല, അത് ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള എന്നോടുള്ള ഒരു റെസ്പെക്ട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ചില ആൾക്കാർ ചിലപ്പോൾ ഇത് എനിക്കുള്ളത് ഒരു അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ താ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് അവനവന്റെ ഭാഗം പറഞ്ഞ് ഷെയർ ചെയ്യാട്ടോ. അത് ഓരോരോ രീതിയിലാണ് ഓരോ മനുഷ്യന്മാരുണ്ടാവുക, നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് നല്ല പെർഫെക്റ്റ് കപ്പിൾസ് എങ്ങനെയാവണം എന്നൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ശരിയാ, കുറെ കോമൺ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഏത് രീതിയിൽ, ഏത് വേയിൽ, ഏത് സൗണ്ടിൽ, അല്ലെങ്കിൽ ഏത് സ്വീറ്റ്നെസ്സിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നിങ്ങളുടെ മാത്രമാണ്. അതേപോലെ രണ്ടാമത് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്ത് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് സത്യമായിട്ട് തന്നെ പറയാ. ഇപ്പൊ ഏട്ടന്റെ മാലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സാ ചേച്ചിക്കില്ല കേട്ടോ. പക്ഷെ എന്നാലും ആദ്യമേ പറയാറുന്നു, അത് കൊണ്ടുവയ്ക്കുന്നതിനേക്കാൾ മുമ്പേ അതൊരു പോയിന്റ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കാൻ വേണ്ടി, സത്യമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എന്ത് കാര്യം സത്യമായിട്ട് തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കാം. അത് നമ്മുടെ ഇടയിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അത് സത്യമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റുകൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ അത് ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരും മനസ്സ് പോലെ. ചില ആൾക്കാർ ചെറിയ കാര്യങ്ങൾ പോലും പുറത്തു തരില്ല. ചില ആൾക്കാർ നമ്മൾ എന്ത് വലിയ കാര്യം ചെയ്താലും ചിലപ്പോൾ ക്ഷമിച്ച് നമ്മൾ ചേർത്ത് പിടിക്കും കേട്ടോ. അത് ഓരോരുത്തരുടെ ക്യാരക്ടറുടെയും മനസ്സിന്റെയും വ്യത്യാസമാണ്. അതനുസരിച്ചിട്ട് അവരടുത്ത് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതിങ്ങനെ ഓരോ ക്യാരക്ടർ അറിയുമ്പോഴേ നമുക്ക് ആ വ്യക്തിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എന്താ പറയാ, അത്രയും നല്ലൊരു കാര്യം റെസ്പോൺസിബിലിറ്റി ആട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ലൈഫിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിലേക്ക് എല്ലാം അമ്മ ചെയ്യാ, അച്ഛൻ പുറത്ത് പോയി ജോലി എടുക്കുക, വീട് നോക്കാൻ നല്ലതല്ലേ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ എല്ലാവരുടെ ലൈഫിലും റെസ്പോൺസിബിലിറ്റി, അത് കുട്ടികളുടെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും എന്ത് കാര്യമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക എന്നുള്ളത് നല്ലൊരു ഇതാട്ടോ. ഒരു ടീം വർക്ക് ആയിട്ട് നമ്മളെ ലൈഫ് കൊണ്ടുപോവാണെങ്കിലേ ഒരാൾക്ക് ഒരിക്കലും മടുപ്പ് വരില്ല ലൈഫിലേക്ക്. കാരണം എപ്പോഴും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അല്ലേ, എന്തെങ്കിലും
ഒരു കാര്യമൊക്കെ ഒരു ദിവസം ചെയ്തു കൊടുത്താലും മതി കേട്ടോ, അതൊരു ആശ്വാസമായിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആളുണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ എനിക്കൊന്ന് സഹായത്തിന് ഒരാൾ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ റെസ്പോൺസിബിലിറ്റി, ചില ആൾക്കാര് രണ്ടുപേരും നല്ല വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് ആയിരിക്കാം, അത്രയും ടാലന്റഡ് ഹസ്ബൻഡ് ആയിരിക്കാം, അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞാൻ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാട്ടോ. പിന്നെ എല്ലാത്തിനും ഉപരി ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കുക. ഞാൻ ഏറ്റവും പഠിച്ചിട്ടുള്ളതിൽ, ഞാൻ എപ്പോഴും ഏതൊരു പാർട്ട്ണർ ഇടയിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കാൻ വേണ്ടി മത്സരിക്കുക. ചിലപ്പം അപ്പുറത്തുള്ള ആൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഒരാളാണ് ഇത് കാണുന്നത്, മറ്റേ അപ്പുറത്തുള്ള ആൾ കാണുന്നില്ല. നിങ്ങളിപ്പോ സ്നേഹിക്കാൻ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത മടുപ്പലായിരിക്കും അല്ലെ. നമ്മൾ തന്നെ ഒരു ഭാഗം തന്നെ എപ്പോഴും പക്ഷെ മറ്റേ ഭാഗം എവിടെയും അലിയില്ല എന്നുള്ളത് ഞാൻ പറയുന്നു. ലൈഫിന്റെ ഒരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാരുടെ ക്യാരക്ടർ ഇതാണ്, ആ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റില്ല. ലൈഫിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ ക്യാരക്ടർ. കുറച്ചൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും, പക്ഷെ 100% മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരാളുടെ ക്യാരക്ടർ മനസ്സിലായി, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ ആർക്കാലും മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും താണു കൊടുക്കാം, എത്ര വേണമെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കാട്ടോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സ്നേഹിക്കാട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. നമുക്ക് ലൈഫിൽ ചില ആൾക്കാരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അത് വെച്ച് എപ്പോഴും അവർക്ക് അടിമയായി താണിരിക്കണം എന്നല്ല കേട്ടോ. ഒരുപാട് ഡിസിഷൻസ് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഡിസിഷൻസ് എടുക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് ചാടാതെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് ചാടിയിട്ട് നമ്മളിപ്പോ ചില കോടതിയിലൊക്കെ കേസൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞേക്കാം ഒരു റീസൺ പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളുടെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കാനും, നിങ്ങൾ ഈ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരോട് സംസാരിക്കാനും, അല്ലെങ്കിൽ ലീഗലി ആയിട്ടുള്ള ആരെടുത്താലും നിങ്ങൾ സംസാരിക്കാനും ആ ഒരു കാര്യത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നും കൂടെ അതിനുള്ള ഒരു ചാൻസും കൂടെ നിങ്ങൾ വെക്കേണ്ട ഒരു അത്യാവശ്യം കേട്ടോ. നിങ്ങളിപ്പം എത്ര പെർഫെക്റ്റ് ആക്കാൻ നോക്കിയിട്ടും പെർഫെക്റ്റ് ആവാത്ത ഒരു ലൈഫാണെങ്കിൽ, ഒരു ഭാഗം മാത്രമാണ് അത് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരെങ്കിലൊക്കെ നിങ്ങൾ മാത്രം ഇടയിൽ ചിലപ്പോൾ ആദ്യം കുറച്ചായിരിക്കും, പിന്നെ അത് വെളിങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്ക് മനസ്സുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആൾക്കാരെ അഡ്വൈസ് നേടാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ ഒരു ഡിസിഷനിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. ഒരു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, ചില ആൾക്കാരൊക്കെ ചില അഡ്വക്കേറ്റ്സിന്റെ ഒക്കെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്നെ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ളത്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയും സ്നേഹം വെച്ചിട്ട് ഒഴിവാകേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യം സ്നേഹമാണ്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പം ഒരുപാട് ദേഷ്യം അതുപോലത്തെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ പാർട്ട്ണറെ ആളുകൾ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു കാര്യം, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ആയി വരാൻ തുടങ്ങും കേട്ടോ. അതിൽ ഹോണസ്റ്റ് ആയിരിക്കുക, നന്നായിട്ട് സ്നേഹിക്കുക, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. ഈ വക കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ നോർമലായിട്ട് എല്ലാ ലൈഫിലും വേണ്ടുന്നത്, കമ്മ്യൂണിക്കേഷനും. പിന്നെ ഉള്ളതൊക്കെ ഓരോ പാർട്ട്ണറും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും യൂണീക്കാണ്. അത് അവരുടെ ഇടയിൽ മാത്രം, അവർക്ക് മാത്രം സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാവുന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായ രീതിയിൽ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനോ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കാനും വേണ്ടി ശ്രമിക്കാം. ഓരോ വർഷം കഴിയുമ്പോഴും ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്കിപ്പോ 9 വർഷമായിട്ടോ, ഈ 9 വർഷമായാലും പുതിയൊരു ലൈഫ് തുടങ്ങിയ ഒരു പ്രണയം എപ്പോഴും അതിന്റെ ഉള്ളിൽ വേണം എന്നുള്ളത്. നമ്മൾ വേറൊരു കാര്യം, നമ്മുടെ മക്കളത് കാണണം, അറിയണം എന്നുള്ളത്. അത് നമ്മളെപ്പോഴും ലൈഫിൽ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പുതുമ എപ്പോഴും ലൈഫിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ യൂസ്ഡ് ആയി ലൈഫ് എന്നുള്ള പോലെ ആവും കേട്ടോ. ഇതൊരു ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കാൻ എന്നുള്ള പോലെയാവും. അങ്ങനെയല്ല, നമ്മളിപ്പോ എക്സ്പെരിമെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ലൈഫിൽ, എപ്പോഴും റൊമാൻസ് ആയിട്ടും നല്ല സന്തോഷമായിട്ടും. അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിക്കോട്ടെ, വൈഫിന്റെ ഫാമിലി ആയിക്കോട്ടെ, സ്വന്തം ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് അത് പറ്റാറില്ല കാണാൻ. പക്ഷെ അതാണ് ഏറ്റവും വലിയ കീ ആട്ടോ. അത് ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിന്റെ ലൈഫ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ കീ ആണ്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് എന്റെ ഭർത്താവ് നോക്കുമ്പോൾ അതെനിക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഒരു സോഫ്റ്റ്നെസ് വളരെയായിട്ട് കൂടും കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഞാൻ നന്നായി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളൊന്നും അതൊരു വരും. കാരണം പാരന്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് ലൈഫിൽ. അതിനെ ചാടിക്കൊണ്ടുള്ള ഒരു ജീവിതം വേണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം വരെയൊക്കെ കുഴപ്പമില്ല, നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് അതൊരു ബാധ്യതയാവും. അമ്മയൊക്കെ ലൈഫിൽ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ആൺകുട്ടികളുടെയൊക്കെ അമ്മ എന്ന് പറയുന്നത് അവരുടെ ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് അറിയാം ഒരുപാട്
അമ്മായിയമ്മമാരും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനും നമ്മളെല്ലാവരും ലൈഫില് നമുക്ക് എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. സ്നേഹമാണ് എല്ലാത്തിനും ഉപരിയായിട്ട് വേണ്ടുന്ന ഒരു കാര്യം. അത് എല്ലാത്തിനും ഇടയിലും ആ ഒരു സ്നേഹം കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നോ പറയുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു നോക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുതിർന്നവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷേ എടുക്കുന്നതിന് മുമ്പേ ആ സ്നേഹം പിന്നീട് ഒരു വേദനയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു തോന്നലും കൂടെ വേണം കേട്ടോ. അപ്പം ഇതൊരു ഒരു കോമൺ ടോക്ക് ആയിട്ടോ പറഞ്ഞത്. ഞാനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആട്ടോ. അത് ഞാൻ നോർമൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ചിന്തിക്കാനുള്ളത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.